മറ്റു ദേവന്മാരിൽ നിന്നും വ്യത്യസ്തമായി ജടാധാരിയും ശ്മശാനവാസിയുമാണ് മഹാദേവൻ. കയ്യിലും കഴുത്തിലും നാഗങ്ങളെ അണിഞ്ഞവൻ. മഹാദേവൻ ആദിശേഷനെ പൂണൂലായും പിങ്കളൻ, പത്മൻ എന്നീ നാഗങ്ങളെ കുണ്ഡലങ്ങളായും തക്ഷകനെ കൈവളയായും കമ്പളൻ എന്ന നാഗത്തെ തോൾവളയായും ധരിച്ചിരിക്കുന്നു. കഴുത്തിൽ ഹാരമായി അണിഞ്ഞിരിക്കുന്ന നാഗം കശ്യപന്റെയും കദ്രുവിൻ്റെയും പുത്രനായ വാസുകിയാണ്. സർപ്പകുലത്തിൻ്റെ അധിപനായ സർപ്പരാജാവായ വാസുകി. വാസുകി എങ്ങനെയാണ് മഹാദേവന്റെ കണ്ഠാഭരണമായതെന്നറിയാമോ? ഒരിക്കൽ ദേവലോകത്തെത്തിയ ദുർവാസാവ് മഹർഷി ദേവേന്ദ്രന്റെ ആതിഥ്യമര്യാദയിൽ സന്തുഷ്ടനായി അദ്ദേഹത്തിന് ഹാരം സമ്മാനിക്കുകയുണ്ടായി. ഈ ഹാരം ദേവേന്ദ്രൻ ഐരാവതത്തെ അണിയിക്കുകയും ഹാരത്തിലുള്ള പുഷ്പങ്ങളിൽ ആകൃഷ്ടരായ ഷഡ്പദങ്ങളുടെ ഉപദ്രവം സഹിക്കവയ്യാതെ ഐരാവതം ഹാരം നിലത്തേക്ക് വലിച്ചിട്ട് അതിലെ പ്രാണികളെ കാലുകൊണ്ട് ചവിട്ടി മെതിക്കുകയും ചെയ്തു. ഈ കാഴ്ച കണ്ട ദുർവാസാവ് ദേവന്മാരുടെ സമ്പത്ത് നഷ്ടപ്പെട്ട് അവർക്ക് അകാല വാർദ്ധക്യമുണ്ടാകട്ടെ എന്ന് ശപിച്ചു. ശാപത്തിൽ നിന്ന് മുക്തി നേടാനും നിത്യയൗവനം വീണ്ടെടുക്കുവാനും പാലാഴി കടഞ്ഞ് അമൃതപാനം ചെയ്യുക മാത്രമാണ് പോംവഴി എന്ന് മനസ്സിലാക്കിയ ദേവന്മാർ അമൃതമഥനം നടത്താൻ തീരുമാനിക്കുകയും അതിനുവേണ്ടി അസുരന്മാരെ കൂട്ടുപിടിക്കുകയും ചെയ്തു. പാലാഴി മഥനം ചെയ്യുന്നതിനായി കടക്കോലായി മഹാമേരു പർവ്വതത്തെയും കയറായി വാസുകി നാഗത്തെയും നിശ്ചയിച്ചു. മന്ദരപർവ്വതത്തെയും വാസുകി നാഗത്തെയും പാലാഴിയിലേക്ക് എത്തിക്കേണ്ട ചുമതല വിഷ്ണു ഭഗവാന്റെ വാഹനമായ ഗരുഡനായിരുന്നു. ഗരുഡൻ അനേക യോജന വിസ്താരമുള്ള മന്ദരപർവ്വതത്തെ നിഷ്പ്രയാസം പാലാഴിയിൽ എത്തിച്ചു. ഇനി അടുത്ത ഊഴം വാസുകിയാണ്. വാസുകിയെ കൊണ്ടുവരുവാൻ ഗരുഡൻ നാഗലോകത്തേക്ക് ചെന്നു. വാസുകിയോട് പാലാഴിയിൽ എത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇത് കേട്ട വാസുകി സ്വയമേവ താൻ വരികയില്ല എന്നും അത്യാവശ്യമാണെങ്കിൽ തന്നെ കൊത്തിയെടുത്തുകൊണ്ട് പോയിക്കൊള്ളുവാനായി പറഞ്ഞു. സഹോദരികളായ വിനിതയുടെയും കദ്രുവിൻ്റെയും സന്താനങ്ങളാണ് ഗരുഡനും നാഗങ്ങളും. ഇവർ പരസ്പരം ശത്രുക്കളുമാണ്. മഹാശക്തിശാലി എന്ന് സ്വയം അഹങ്കരിക്കുന്ന ഗരുഡന്റെ അഹങ്കാരം ശമിപ്പിക്കാൻ ഇതിനും പറ്റിയ ഒരു അവസരം ഇനി ലഭിക്കുകയില്ല എന്ന് വാസുകിക്കറിയാം. വാസുകിയുടെ വാക്കുകൾ കേട്ട ഗരുഡൻ വാസുകിയെ കൊത്തിയെടുത്ത് പറക്കുവാനായി ശ്രമിച്ചു. പക്ഷേ ഗരുഡന് വാസുകിയുടെ 1/3 ഭാഗം പോലും ഉയർത്തുവാൻ സാധിച്ചില്ല. പിന്നീട് ഗരുഡൻ വാസുകിയുടെ മധ്യഭാഗം കൊത്തിയെടുത്ത് പറന്നുയർന്നു. വാസുകിയുടെ ശരീരത്തിന്റെ പകുതി ഭാഗം പിന്നെയും ഭൂമിയിൽ തന്നെ കിടന്നു. എത്ര ശ്രമിച്ചിട്ടും ഗരുഡന് തന്റെ ഉദ്യമത്തിൽ വിജയിക്കാനായില്ല. ഗരുഡൻ പിന്നീട് പരാജയം സമ്മതിച്ച് തിരിച്ചുപോയി. ഇതറിഞ്ഞ പരമശിവൻ തന്റെ കൈകൾ നാഗലോകത്തേക്ക് നീട്ടിക്കൊടുത്തു. പരമശിവന്റെ കയ്യിലെ മോതിരവിരലിൽ ഒരു ചെറിയ വളയമായി വാസുകി പരിണമിച്ചു കിടന്നു. മഹാദേവന്റെ തൃക്കൈയിലെ വാസുകിയെ ഭഗവാൻ തന്റെ കണ്ഠത്തിൽ ഹാരമായി അണിഞ്ഞു. അങ്ങനെയാണ് വാസുകി ശിവന്റെ കണ്ഠാഭരണമായത്.